കാണുന്നത് ഒരു കല്യാണ പന്തലാറ് വിശ്വസിക്കും. നിങ്ങൾ വിശ്വസിക്കണം. കഴിഞ്ഞ ദിവസം കേരളം കണ്ട ഏറ്റവും വലിയൊരു കല്യാണം നടന്നു. അത്രയും രാജകീയ കല്യാണം. ആരുതാന്ന് പറഞ്ഞിട്ടെ. ഞാൻ താമരശ്ശേരി നോളജ് സിറ്റിന്റെ അകത്തൊരു 1.5 കല്യാണം കൂടാണ്. രാജകീയ കല്യാണം, അമ്മാതിരി കല്യാണം. താമരശ്ശേരിക്ക് അടുത്തുള്ള നോളജ് സിറ്റിന്റെ അകത്ത പരിപാടികൾ നടക്കുന്നത്. കേരളത്തിൽ രാഷ്ട്രീയത്തിലും അതുപോലെ കച്ചവടത്തിലൊക്കെ പ്രമുഖമായ വ്യക്തികളും എല്ലാ ആൾക്കാരും ഉണ്ട്. വമ്പൻ പരിപാടി ശരിക്കും ഞെട്ടിത്തരിച്ചു. കല്യാണം ആരതാ വെച്ചാൽ കേരളത്തിലും കർണാടകയിലും പുറമെ നമ്മളെ ഇന്തോനേഷ്യ, മലേഷ്യ, പിന്നെ സൗദിയിൽ, ഒമാനിലൊക്കെ മൈനിങ്, കൺസ്ട്രക്ഷൻ, ടൂറിസം, അതിലൊക്കെ ഒരുപാട് ബിസിനസ് ഇല്ല. ആനപ്പാറ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഇസ്മായിൽ ഖാന്റെ മോന്റെ കല്യാണം കൂടാണ്. നബീലിന്റെ കല്യാണം വമ്പൻ പരിപാടിയാണ്. ഫുഡിന് മുമ്പ് നമുക്ക് ഡെക്കറേഷൻ ഒന്ന് കാണിക്കുക. ഡെക്കറേഷൻ അറിയോ? ഇത് അങ്ങനെ കണ്ടാവില്ല, കൊട്ടാരത്തിൽ കേറുന്ന പോലെ. വെഡിങ് ഹാൾ കയറുന്ന അമ്മാതിരി സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. എന്റെ ഇതൊക്കെ പാടെ എന്താ സംഭവം, കണ്ണ് തള്ളിപ്പോട്ടോ. കല്യാണ പന്തലേക്ക് കയറുകയാണ് ഞാൻ. കയറി ചെന്നപ്പോ ഒരു ചേച്ചി അവിടെ അങ്ങനെ വയലിൻ വായിക്കുന്നുണ്ട്. വേറെ ചേച്ചി നമ്മളങ്ങനെ വലിക്കം ചെയ്യുന്നതും അടിപൊളിയായിട്ടോ. എന്ത് സെറ്റപ്പ്. ഇത് നിങ്ങൾ കണ്ടല്ലോ, ഈ സ്റ്റേജും ഡെക്കറേഷൻ കണ്ടോ? ഇതിന്റെ പ്രീവിയസ് കണ്ടോളൂ, ബിഫോർ കണ്ടോ. ഇതാ ഇങ്ങനെ ഉണ്ടായിരുന്ന ഹാളാണ്. ഇതാ ഈ ഒരു കോലം ഉണ്ടായിരുന്ന ഹാളാണ് ഇങ്ങനെ മാറ്റിയെടുത്ത് കേട്ടോ. അത് ഇവൻസിനെ സമ്മതിക്കണം. നമുക്ക് ഇവൻസിനെ പരിചയപ്പെടാം. അതിന് മുമ്പ് ചെക്കനും പെണ്ണൊക്കെ വന്നിട്ടുണ്ട്. അതിന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ചെക്കനെയും പെണ്ണൊക്കെ ഒന്ന് പരിചയപ്പെടാൻ ചെയ്തിട്ട് ചെക്കനെയും പെണ്ണൊക്കെ ഒന്ന് പരിചയപ്പെട്ട് എല്ലാ വിശ്വസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മളെ മൈജിന്റെ സ്വന്തം ഷാജിക്ക് അവിടെ ഉണ്ട്. പിന്നെ നമ്മളെ ഇസ്മായിലിക്ക് അപ്പുറത്തൊക്കെ ഉണ്ട്. ഫുഡിന്റെ ഹാളിൽ ചെന്നപ്പോൾ ഭയങ്കര ജനം. അപ്പൊ ആ ക്യാപ്പിൽ നമുക്ക് ഇവൻസിനെ പരിചയപ്പെടാം. പാനപ്പാറ ഇസ്മായിൽ ഖാന്റെ മോന്റെ കല്യാണം ചെയ്തിട്ടില്ല നമ്മളെ പ്ലാനേഷ് ഇവന്റ്സിന്റെ ബെന്നെ കേട്ടോ. ബെന്നെ എനിക്ക് ഒരുപാട് വർഷമായിട്ട് അറിയാം. 10-13 വർഷമായിട്ടും ഈവന്റ് മേഖലയിലെ ആളാട്ടോ. പ്രീമിയം വെഡിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ബെന്നെ ഏൽപ്പിച്ചാൽ മതി, പ്ലാനേഷ് ഏൽപ്പിച്ചാൽ മതി. പ്രീമിയം വെഡിങ്സിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ അവിടെ കണ്ടിട്ട് കണ്ണ് തള്ളി പോയിരിക്കണം. ഒരുപാട് സംഭവങ്ങൾ നിങ്ങളെല്ലാ സംഭവങ്ങളും പ്ലാൻ ചെയ്ത് ഓരോ അങ്ങനെ ചെയ്യാം. കംപ്ലീറ്റ്ലി ക്ലയന്റിന് ഒരു വീട് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത്, ലൈക്ക് ഇന്റീരിയർ ഡിസൈനിങ് കൊടുക്കുന്ന പോലെ ഒരു ഓഡിറ്റോറിയത്തിന് കംപ്ലീറ്റ് 3D മേക്ക് ഓവർ കൊടുത്ത് അതൊരു പ്രപ്പോസലാക്കി ആ ഒരു സാധനമായിരിക്കും ഇംപ്ലിമെന്റ്. നിങ്ങൾ ചെയ്ത സംഭവം വേറെ എവിടെ ഉണ്ടാവില്ല. ഇല്ല, കസ്റ്റം മെയ്ഡ് ഇവന്റ് ചെയ്യണമെങ്കിൽ വിളിച്ചാൽ മതി. ഇനി നമുക്ക് ഫുഡിന്റെ ഏരിയക്കാണ് പോയേക്കട്ടെ. ഫുഡിന്റെ ഹോള് കാര്യങ്ങളൊക്കെ പല ആംബിയൻസിലൊക്കെ ചെയ്ത് നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. സാലഡും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടല്ലോ, അടിപൊളി. എന്തൊക്കെയാണ് ഫ്രൂട്ട്സും സാലഡിന് കൗണ്ടറാണ്. എന്തൊക്കെ സംഭവം. ഇതൊന്നും അല്ല കേട്ടോ, കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ട്സ് വേറെ ഉണ്ടായാൽ കാണിച്ചു തരാം. ഇതിന്റെ ആംബിയൻസ് ഉണ്ടോ, ഫ്ലവറും ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് അത്രയും ലക്ഷറി. 5 സ്റ്റാർ ഹോട്ടലിനേക്കാളും ലക്ഷറി ആയിട്ട് ഇവിടെ. ആനപ്പാറ ഇസ്മായിൽ ഖാന്റെ മോന്റെ കല്യാണം ഞെട്ടിച്ചിട്ടോ. ഇവിടെ എക്സോട്ടിക് ഫ്രൂട്ട്സ്, പല വെറൈറ്റീസ്, ഇമ്പോർട്ട് ചെയ്ത സംഭവം അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഫുഡ് സെറ്റ് ചെയ്ത് നമ്മുടെ സ്വന്തം പാലസ് കിച്ചൺ ആട്ടോ. കേരളത്തിൽ കസ്റ്റമൈസ്ഡ് മെനുവിലൊക്കെ ഫുഡ് സെറ്റ് ചെയ്യണമെങ്കിൽ അത് പാലസ് കിച്ചൺ തന്നെ. ബുഫേന്റെ പാത്രമൊക്കെ അറേഞ്ച് ചെയ്തോ. ഫുള്ള് വെറൈറ്റി പാത്രം, വേറെ ഒരു കാറ്ററിംഗിൽ കാണാത്ത കുറെ പാത്രങ്ങൾ കേട്ടോ. ലക്ഷറി കല്യാണം നടത്തണമെങ്കിൽ അത് പാലസ് കിച്ചൺ തന്നെ കേട്ടോ. ഞാൻ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. എന്നാ ഫുഡ് അവിടെ തുടങ്ങിയല്ലേ. ചെമ്മീൻ സ്റ്റഫ് ചെയ്ത് ഇടിയപ്പം, പൊറോട്ട നെയ്പ്പത്തിൽ ബ്രെഡുകൾ, അങ്ങനെ അപ്പം, പിന്നെ ഈ കാണുന്ന ബീഫ് കോക്കനട്ട് ഉറുമി, ചിക്കന്റെ പല ഗ്രേവി, പിന്നെ ഫിഷ് കൊറിയാണ്ടർ കറി. ഇതൊരു വെറൈറ്റി തോന്നിട്ട് പറഞ്ഞുതരാം. പിന്നെ മട്ടൻ ബിരിയാണി വേറെ ലെവൽ പാലസിന്റെ എപ്പോഴും. പിന്നെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി, പിന്നെ കുറെ കബാബുകൾ കാര്യങ്ങൾ, അത് പിന്നെ മീനൊക്കെ പല വിധത്തിൽ ഇങ്ങനെ പൊരിച്ച് കുന്നോളം അങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു. സാലഡ്സ് അങ്ങനെ അത് വേറെ. പിന്നെ ഡിസേർട്ടുകൾ നോർത്ത് ഇന്ത്യൻ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ മട്ടൻ ഷീ കബാബ് ആദ്യം എനിക്ക് ഇങ്ങനെ പ്ലേറ്റിൽ കൊടുക്കുന്നത്. അപ്പൊ അതും എല്ലാം നുള്ളി അങ്ങോട്ട് കഴിച്ചു മക്കളെ, വേറെ ലെവൽ. ഫുള്ള് ആടിനെ ഇവിടെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. മസാലയിൽ അത് റൈസൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുണ്ടോ. ഇതൊക്കെ ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയില്ല. അപ്പുറത്ത് ആടിനെ കടത്തി വെച്ചിട്ട് ഇവിടെ തൂക്കി വെച്ചിട്ട് പിന്നെ ഇമ്പോർട്ട് ചെയ്ത ചീസ് വീൽ, അതിലിങ്ങനെ പാസ്ത കുക്ക് ചെയ്ത് കൊടുക്കുക ലൈവായിട്ട്. ചെമ്മീൻ അങ്ങോട്ട് ഇടിയപ്പത്തേക്ക് സ്റ്റഫ് ചെയ്ത് മസാല വെറുതെ അങ്ങോട്ട് സാൻഡ്വിച്ച് ചെയ്യുന്ന പോലെ അങ്ങോട്ട് കഴിക്കാം. പാലസ് കിച്ചന്റെ മട്ടൻ ബിരിയാണി, ആ എല്ലുമ പറ്റി പിടിച്ച കഷ്ണത, ആ ഒരു നെല്ലി, ഇതിൽ മരുന്ന് വേറെ എന്താ വേണ്ടത്. മസ്റ്റ് ട്രൈ. മട്ടൻ ബിരിയാണിയിലെ മട്ടനൊക്കെ ഉണ്ടല്ലോ, സ്പോഞ്ചൊക്കെ തൊടുന്ന പോലെ അങ്ങനെ അങ്ങോട്ട് പോകും മക്കളെ. അതും ആ ഒരു നമ്മളെ ബീട്രൂട്ടിന്റെ അച്ചാറും കൂടെ കൂട്ടി അങ്ങോട്ട് പിടിച്ചു. ലൈറ്റിന്റെ ചെറിയ കമ്മിയുണ്ട്, പക്ഷെ നിങ്ങളെ മട്ടൻ നെക്കിയത് കണ്ടില്ലേ, അമ്മ സോഫ്റ്റാ. പാലസ് കിച്ചന്റെ ഫിഷ് തവൻ അങ്ങടെ തൊട്ടാണ്ടല്ലോ, അങ്ങനെ പോര് അമ്മാതിരി ഫിഷ്. ചൂടോടുക്കൻ്റെ ഫിഷ് തവ. ഒരു ഉപദേശം തരട്ടെ, ഒരുപാട് ഐറ്റംസിലെ കല്യാണത്തിൽ ഓരോരോ സാധനം കുറച്ചെടുക്കണ്ട. കുറച്ച് മെയിൻ സാധനങ്ങൾ എടുത്തിട്ട് ഫയർ നടക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. മീൻ താവ കണ്ടല്ലോ, വേണ്ടോളം എടുത്തോളേം. ബീഫ് കോക്കനട്ട് ഉറുമി കൊടുന്നു, ഒന്ന് കഴിച്ചു നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ കഴിച്ചു നോക്കുമ്പോണ്ടല്ലോ അത് ഇങ്ങനെ ഈ പൊറാട്ടിക്ക് വെച്ച് വെച്ചു. അതിന് മുമ്പ് പറയാനുള്ളത്, ഈ വെള്ളപ്പം, ഈ ഫിഷ് കൊറിയാണ്ടർ കറി, മല്ലിയും തേങ്ങ അരച്ച് കുക്ക് ചെയ്ത മീൻ കറി, അത് വെറൈറ്റി ആട്ടോ. ഇത് എനിക്ക് ഒന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ പൊറാട്ട ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ആ ബീഫ് കോക്കനട്ട് ഉറുമിനെ അങ്ങോട്ട് ചുറ്റിച്ചു. ഉറുമി അങ്ങോട്ട് ചുറ്റി. ആ ബീഫ് കോക്കനട്ട് ഉറുമിനെയാണ് പൊറാട്ടി അങ്ങോട്ട് ചുറ്റി. ഉറുമിനെ ഞാൻ അങ്ങോട്ട് ചുറ്റിയിട്ട് തേങ്ങ കൊത്തുണ്ട്, അടിപൊളി, മസ്റ്റ് ട്രൈ.
ഗുലാബ് ജാമുനൊക്കെ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെന്നില്ല, ഞാൻ മീനൊക്കെ തന്ന് പള്ളം ഫുള്ളാക്കി. ഇറങ്ങാൻ നേരത്തെ അവിടെ ഒരു കേക്ക് കട്ടിങ് ഉണ്ട്, അതും കണ്ടു, അജാതി ഒരു കേക്ക്. അപ്പൊ കല്യാണം കണ്ട് പൊടി പൊടിച്ചു. കേരളം കണ്ട ഞെട്ടിച്ച കല്യാണമായിട്ട് അമ്മാതിരി സെറ്റപ്പ്. ആനപ്പാറ ഇസ്മായിൽ ഖാന്റെ മോന്റെ കല്യാണം, നബീലിന്റെ കല്യാണം. കണ്ടോ ബഗ്ഗി ഇങ്ങനെ പോകണുണ്ടോ, ഫുഡ് കഴിച്ച പോലെ നേരെ പാർക്കിംഗ് എത്തിച്ചാൽ ബഗ്ഗി വരാനുണ്ട്, അത്രയും സർവീസാണ് ഇവിടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. വയറ്റിൽ 3 കിലോ മീൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാണാം അടുത്ത പരിപാടിക്ക്. സി യു.